നിങ്ങളൊരു ഭാര്യയോ ഭർത്താവോ ആകട്ടെ, നിങ്ങളൊരു കുടുംബ കോടതിയിൽ പോയാൽ അവിടെ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിലുള്ള വാഗ്വാദങ്ങൾ നടക്കുന്നതിന് ഇടയിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് നിങ്ങളുടെ മക്കളായിരിക്കും. ഭാര്യയായാലും ഭർത്താവായാലും ഏറ്റവും കൂടുതൽ അവകാശം ഉന്നയിക്കുന്നത് ഈ കുട്ടിയുടെ കസ്റ്റഡിക്ക് വേണ്ടിയിട്ടായിരിക്കും. ഈ കുട്ടിയുടെ കസ്റ്റഡി ആവശ്യപ്പെടുമ്പോൾ ഭാര്യയായാലും ഭർത്താവായാലും ഏറ്റവും കുറവ് പരിഗണന കൊടുക്കുന്നത് ആ കുട്ടിയുടെ ക്ഷേമത്തിനായിരിക്കും. ആ കുട്ടി ആരുടെ കൂടെ വളരുന്നതാണ് ആ കുട്ടിയുടെ ക്ഷേമത്തിന് നല്ലത് എന്ന് നിങ്ങൾക്ക് പരസ്പരം ഒരു ധാരണ ഇല്ല എങ്കിൽ തീർച്ചയായും അതിൻ്റെ ചുമതല കോടതി ഏറ്റെടുക്കുന്നതായിരിക്കും. അങ്ങനെയായിരിക്കും പലപ്പോഴും കോടതി കുട്ടികളുടെ ക്ഷേമത്തിനു വേണ്ടി കസ്റ്റഡിയുടെ ഓർഡറുകൾ ഇടുന്നത്. ഈ കസ്റ്റഡിയുടെ ഓർഡറുകൾ ഇടുമ്പോൾ ഒരു പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹബന്ധം വേർപിരിഞ്ഞിരിക്കും. ഈ വിവാഹബന്ധം വേർപിരിഞ്ഞതിന് ശേഷവും അല്ലെങ്കിൽ അവർ രണ്ട് രാജ്യങ്ങളിലാണെങ്കിൽ പോലും കുട്ടികൾക്ക് തങ്ങളുടെ മാതാപിതാക്കളുമായി നല്ല സൗഹൃദം, നല്ല ബന്ധം സ്ഥാപിക്കുവാൻ കോടതി ഉത്തരവുകൾ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ എത്ര കണ്ട് മാറി നിൽക്കുന്നു എന്നുള്ളതല്ല, അവർ തമ്മിലുള്ള അകൽച്ചയുടെ വ്യത്യാസമല്ല, മറിച്ച് കുട്ടിയുടെ ക്ഷേമമാണ് കസ്റ്റഡി കേസുകളിൽ ഫാമിലി കോടതി പരിഗണിക്കാറുള്ളത്. ഇനി നിങ്ങൾ രണ്ടാമതായി ഞാൻ മറ്റൊരു നിയമം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കേസ് കൊടുക്കുവാൻ, ഒരു ചെക്ക് കേസ് കൊടുക്കുവാൻ നോക്കുമ്പോൾ ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വിധി പ്രകാരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. നിങ്ങളുടെ ചെക്കിൽ കാണുന്ന എമൗണ്ടും നിങ്ങൾ അയക്കുന്ന നോട്ടീസിലെ എമൗണ്ടും അത് തമ്മിൽ ഒരു യോജിപ്പില്ലെങ്കിൽ, അല്ലെങ്കിൽ അവ രണ്ടും ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടീസ് ഇൻവാലിഡായി തീരുന്നതാണ്. അങ്ങനെയാണ് സുപ്രീം കോടതി ഈ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുള്ളത്. ചെക്കിലെ സംഖ്യയും അതുപോലെ നോട്ടീസിലെ സംഖ്യയും നിർബന്ധമായും ഒന്ന് തന്നെ ആയിരിക്കണം. ഇനി മൂന്നാമതായി, സാഹചര്യ തെളിവുകൾ മാത്രമുള്ള ഒരു കേസിൽ, അല്ലെങ്കിൽ സാഹചര്യ തെളിവുകൾ വളരെയധികം ഒരു പ്രതിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കുറ്റകൃത്യത്തെ സൂചിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ, സാഹചര്യ തെളിവുകൾ പ്രകാരം ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി തെളിയുന്നു എന്നുണ്ടെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ എല്ലാ കണ്ണികളും കോർത്തിണക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പിന്നെ അവിടെ ആ ഒഫൻസ് ചെയ്യാൻ, ആ കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണ അല്ലെങ്കിൽ മോട്ടീവ് എന്ന് പറയുന്ന സംഗതിക്ക് വലിയ പ്രസക്തിയുമൊന്നുമില്ല. അത് മറ്റ് ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് മോട്ടീവിന് ഇമ്പോർട്ടൻസ് വരുന്നുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ മോട്ടീവിന്, പ്രേരണയ്ക്ക് വലിയ റോളൊന്നുമില്ല. കാരണം മറ്റ് രീതിയിൽ അത് ഓൾറെഡി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി അടുത്തതായി, ഏതെങ്കിലും നിലയ്ക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് നടന്നു എന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണത്തിന്, ഒരു കൊലപാതകം നടന്നു. ഒരു കൊലപാതകം നടന്നാൽ അതിനെ നമ്മൾ ഒരു കോഗ്നിസബിൾ ഒഫൻസ് എന്നാണ് പറയുക. അതായത് വളരെ സീരിയസ് ആയ ഒരു സ്വഭാവമുള്ള ഒരു കേസായിട്ടാണ് അതിനെ പരിഗണിക്കുക. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പോലീസിനെ സംബന്ധിച്ച് പിന്നെ FIR ഇടാനായി യാതൊരു ഡിലേയും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. സീരിയസ് ആയ കോഗ്നിസബിളായ ഒഫൻസ് സംഭവിച്ചു എന്ന് പോലീസിന് വിവരം ലഭിച്ചാൽ ഇമ്മീഡിയറ്റായി FIR ഇട്ടിരിക്കണം. എന്നാൽ ഇതിൻ്റെ നേരെ തിരിച്ചാണ് നോൺ കോഗ്നിസബിൾ ഒഫൻസിൽ, അല്ലെങ്കിൽ ലെസ് സീരിയസ് ഒഫൻസുകളിൽ. തീർച്ചയായും ഒരു മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവോടുകൂടി മാത്രമാണ് നോൺ കോഗ്നിസബിൾ ഒഫൻസുകളിൽ FIR ഇടാനായി സാധിക്കുകയുള്ളൂ. ഇനി അടുത്തതായി പറഞ്ഞാൽ, കൊടുക്കുന്ന പരാതികളെ സംബന്ധിച്ച് പലപ്പോഴും ഉണ്ടാകുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ
ഒരു കുറ്റകൃത്യം നടന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആ കുറ്റകൃത്യം നടന്നത് എത്ര വർഷങ്ങൾക്ക് മുൻപാണ് അല്ലെങ്കിൽ എത്ര നാളുകൾക്ക് മുമ്പാണ് എന്ന് അന്വേഷിക്കുമ്പോൾ അതിന് 4-5 വർഷങ്ങളുടെ പഴക്കമെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിലൊരു അസ്വാഭാവികത ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കോടതി നിരീക്ഷിക്കുന്നത് എപ്പോഴും ആ ഒരു അസ്വാഭാവികത മറ്റ് ഏതോ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സൽപ്പേരിനെ